പണ്ടൊരു പരസ്യവാചകം ഉണ്ടായിരുന്നു. ചിലർ വരുമ്പോൾ ചരിത്രം വഴിമാറും എന്നാണ് ആ പരസ്യവാചകം. ഇസ്രായേലിൻ്റെ അവസ്ഥയും ഇതുതന്നെ. ഇസ്രായേലിൻ്റെ മാത്രമല്ല, US-ഉം സമാന അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. അധികാരം അരക്കെട്ടുറപ്പിക്കാനുള്ള ആയുധങ്ങളായി ദേശീയതയും വംശീയതയെയും യുദ്ധങ്ങളെയും ഭരണാധികാരികൾ ഉപയോഗിക്കുന്നു. ഏകാധിപതികളായ മുസോളിനിയും ഹിറ്റ്ലറുമൊക്കെ ഉപയോഗിച്ച ആയുധവും ഇവയാണ്. ആധുനിക കാലത്തും ചില ഭരണാധികാരികൾ അവയെ നിലനിൽപ്പിനുള്ള മാർഗമായി ഉപയോഗിക്കുന്നു. ഏറ്റവും വലിയ ഉദാഹരണം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആണ്. അധികാരം നിലനിർത്താനുള്ള മാർഗമായാണ് നെതന്യാഹു ഗസ ആക്രമണത്തെ ഉപയോഗിക്കുന്നത്. ഗസയിലെ സാധാരണക്കാരുടെ രക്തത്തിന് മുകളിലാണ് നെതന്യാഹു തൻ്റെ ഭരണം അരക്കെട്ടുറപ്പിക്കുന്നത്. ഗസ സംഘർഷം എന്നവസാനിക്കുന്നു. പിന്നാലെ നെതന്യാഹുവും ഭരണത്തിൽ നിന്ന് പുറത്തു പോകുമെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ. ലോകം മുഴുവൻ ക്രൂരനായി ചിത്രീകരിക്കുമ്പോഴും നെതന്യാഹുവിന് കുലുക്കമില്ല. അധികാരത്തിൻ്റെ മത്തുപിടിച്ച ഏകാധിപതിയായ അയാൾ ഗസയിലെ കുട്ടികൾ ഉൾപ്പെടെയുള്ള നിരപരാധികളെ കൊന്നൊടുക്കുന്നു. ഇസ്രായേലിലും നെതന്യാഹുവിനെതിരെ പ്രതിഷേധം ഉയരുന്നുണ്ട്. ഭരണത്തെ താങ്ങി നിർത്തുന്ന തീവ്ര വംശീയവാദികളെ തൃപ്തിപ്പെടുത്താനാണ് യുദ്ധവുമായി നെതന്യാഹു മുന്നോട്ട് പോകുന്നത്. വെടിനിർത്തൽ പോലും അംഗീകരിക്കാത്ത ഇക്കൂട്ടർ ഗസയിലെ വംശഹത്യ കണ്ട് പൊട്ടിച്ചിരിക്കുന്നുണ്ടാവാം. കഴിഞ്ഞ മണിക്കൂറുകളിൽ ഇസ്രായേൽ സൈന്യം മാരകമായ ആക്രമണമാണ് ഗസയിൽ അഴിച്ചുവിട്ടത്. 400-ലധികം പേരെ കൊന്നൊടുക്കി. ഇരകളിൽ 100-ലധികം കുട്ടികൾ ഉൾപ്പെടുന്നു. നിരന്തരമായ ആക്രമണ കൊടുങ്കാറ്റിൽ നിരപരാധികളുടെ ജീവനുകളാണ് നഷ്ടപ്പെടുന്നത്. പുരുഷന്മാരും സ്ത്രീകളും കുട്ടികളും മരിക്കുന്നു. ഇസ്രായേലി ബന്ധികളെ രക്ഷിക്കുന്നതിനെക്കുറിച്ച് പോലുമല്ല നെതന്യാഹുവിൻ്റെ പ്രയോറിറ്റി എന്ന ആരോപണവും സ്വന്തം രാജ്യത്ത് തന്നെ ഉയരുന്നുണ്ട്. ഇസ്രായേലിനുള്ളിൽ ജനങ്ങൾ രണ്ട് തട്ടിലാണ്. ചിലർ ആക്രമണത്തിൽ ആഹ്ലാദിക്കുന്നു, നെതന്യാഹുവിന് കൈയടിക്കുന്നു. മറ്റുള്ളവർ, പ്രത്യേകിച്ച് ഗസയിൽ ഹമാസിൻ്റെ കസ്റ്റഡിയിലുള്ള ബന്ദികളുടെ കുടുംബങ്ങൾ കരുതുന്നത് ഈ ആക്രമണങ്ങൾ അവരുടെ പ്രിയപ്പെട്ടവരുടെ മരണ വാറണ്ടുകളാവാം എന്നാണ്. എന്നിട്ടും നെതന്യാഹു മുന്നോട്ട് നീങ്ങുന്നു. ബന്ദികളെ മോചിപ്പിക്കാനുള്ള ഹമാസിൻ്റെ വാഗ്ദാനങ്ങൾ അദ്ദേഹം വീണ്ടും വീണ്ടും നിരസിച്ചു. വെടിനിർത്തൽ കരാറിനെ തകർത്തു. എല്ലാ തടവുകാരെയും മോചിപ്പിക്കാൻ കഴിയുന്ന രണ്ടാംഘട്ട വെടിനിർത്തൽ നെതന്യാഹു നിരസിച്ചു. എന്തുകൊണ്ടാണത്? കാരണം ഗസയിൽ സമാധാനം വരാൻ നെതന്യാഹു ആഗ്രഹിക്കുന്നില്ല. ഇത് രാഷ്ട്ര താൽപ്പര്യമല്ല, സ്വാർത്ഥ താൽപ്പര്യമാണ്. ലോകം അത് നേരത്തെ തിരിച്ചറിഞ്ഞു. പക്ഷേ എല്ലാവരും നിസ്സഹായരാണ്. അമ്പരപ്പിക്കുന്ന യാഥാർത്ഥ്യമാണത്. നെതന്യാഹു സർക്കാരിനെ നിലനിർത്തുന്നത് യുദ്ധമാണ്. സർക്കാരിനെ താങ്ങി നിർത്തുന്ന തീവ്ര വലതുപക്ഷക്കാർ അട്ടിമറി ഭീഷണി മുഴക്കുന്നു. അപ്പോൾ ഏറ്റവും സുരക്ഷിതം യുദ്ധമായി മുന്നോട്ട് പോവുക തന്നെ. യാഥാർത്ഥ്യത്തെ നേരിടുകയോ പരിഹാരങ്ങൾ തേടുകയോ ചെയ്യുന്നതിന് പകരം യുദ്ധവുമായി മുന്നോട്ട് പോകുന്നു. യുദ്ധം അവസാനിപ്പിക്കാൻ കരാറിന് അയാൾ തയ്യാറല്ല. കൂടുതൽ ക്രൂരത മാത്രമാണ് അയാളുടെ മനസ്സിൽ. വെസ്റ്റ് ബാങ്കിലെ അഭയാർത്ഥി ക്യാമ്പുകൾ തകർത്തു. 10,000-കണക്കിന് ആളുകളെ കുടിയിറക്കി. ഗസയിലെ സിവിലിയന്മാരെ കൊന്നൊടുക്കി. ഇതെല്ലാം ന്യായമാണെന്ന് അയാൾ കരുതുന്നു, അല്ലെങ്കിൽ അങ്ങനെ നടിക്കുന്നു. യുദ്ധക്കുറ്റവാളിയെ മുദ്രകുത്തപ്പെടുമോ എന്നയാൾ ഭയപ്പെടുന്നുണ്ടാവാം. അഴിമതി ആരോപണങ്ങളിൽ നിന്നും സംരക്ഷണമായും അയാൾ യുദ്ധത്തെ ആശ്രയിക്കുന്നു. അതിനായി ജുഡീഷ്യറിയിൽ പോലും കൈകടത്തുന്നു. എല്ലാത്തിനെയും വെള്ളപൂശാൻ അയാൾ യുദ്ധത്തെ ആശ്രയിക്കുന്നു. ചരിത്രം അദ്ദേഹത്തിന് ശിക്ഷ വിധിക്കും, ഉറപ്പാണത്. നെതന്യാഹു ശത്രുക്കൾക്ക് മാത്രമല്ല, നമുക്കെല്ലാവർക്കും അപകടകാരിയാണ്.